പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചാഞ്ചാട്, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചാഞ്ചാട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ മേക്കിംഗ് വേവ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പച്ചക്കറീൻ്റെ പാട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു വെജിറ്റബിൾ ഡിഷായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. ഒരു കുട്ടി അവിയൽ കഥ. അതെ, ഞങ്ങൾ അവിയലിലേക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും അങ്ങ് വാരി വലിച്ചെടുക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കയ്പ്പൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ബാക്കിയുള്ളതൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഈ അവിയലാവില്ലല്ലോ. ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ജീരകം, ഒരു നുള്ള് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം. ഞങ്ങളത് ചേർക്കുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തൈരിലാണ് നമ്മളിത് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. ചില നാട്ടിലേക്കൊക്കെ ഈ തേങ്ങ ഒതുക്കിയിടാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഞങ്ങൾ അവിയൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അരപ്പ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് വേവിക്കാം. ഞങ്ങളിവിടെ തട്ടിക്കൂട്ട് അവിയലിനെടുത്ത വെജിറ്റബിൾസ് ആദ്യം ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്ക, പിന്നെ പച്ചക്കായ ഉണ്ട്, ചേനയുണ്ട്, പിന്നെ പയറും ബീൻസും. ഞങ്ങൾ ഇത്ര എടുത്തിട്ടുള്ളൂ. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളത്തിൽ അങ്ങോട്ട് വേവിക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതി. അപ്പോൾ അവിയൽ ഒരുപാട് ലൂസായി പോകണ്ട, അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ വേവിക്കുന്നത്. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഓക്കെ, നമുക്കിനി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ടോ നോക്കാം. ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം. ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്നും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ അടപ്പ് തുറന്ന് നോക്കാം. നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ അവിയൽ ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾക്കും വലിയ എത്തും പിടുത്തമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത് കേട്ട കഥയാണ് കേട്ടോ. നമ്മളെ മഹാഭാരതത്തിലെ ഭീമനുണ്ടല്ലോ, മൂപ്പരുണ്ടാക്കിയതാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. ഈ പഞ്ചപാണ്ഡവന്മാരൊക്കെ വനവാസത്തിന് പോകുന്ന കാലത്ത് കൊട്ടാരത്തിലെ അടുക്കള ചുമതല ഏൽപ്പിച്ചിരുന്നത് ഈ ഭീമനെയാണത്രേ. ആ സമയത്ത് ഈ ഭീമൻ അടുക്കള കയറിയിട്ട് എന്തുണ്ടാക്കണം എന്ന് ആലോചിക്കുന്ന സമയത്താണ് ഉള്ള പച്ചക്കറികളൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഈ അവിയൽ ഉണ്ടായത്. അവിയലിനോട് സാമ്യമുള്ളൊരു സാധനം എന്നാണ് പറയുന്നത്. അത് പിന്നീട് അവിയലായിട്ട്. അല്ല, കഥ പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? ബാക്കി പരിപാടി നോക്കണ്ടേ? നമ്മൾ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി ഉണ്ടോ നോക്കിയിട്ട് കുറച്ച് തൈരും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പും ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് തിള വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മുകളിൽ തൂവി കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഭീമൻ്റെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.